ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശീല എന്ന് പറയുന്നത് ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്ത. സർക്കാർ സ്കൂളുകളുടെ സൗകര്യങ്ങൾ ഉടൻ മെച്ചപ്പെടുത്തുമെന്ന വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. കഴിഞ്ഞ 2 വർഷമായി പുനലൂർ നിയോജക മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ 17 കോടി രൂപ അനുവദിച്ചതായും മന്ത്രി. പുനലൂരിലെത്തിയ മന്ത്രി പ്രഥമാധ്യാപകരുമായി ചർച്ച നടത്തി. ഇന്ത്യയിൽ ഒരു വിദേശ കമ്പനിക്കും തോട്ടങ്ങൾ സ്ഥാപിക്കുവാനും കയ്യേറുവാനും അധികാരമില്ലെന്ന് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യോൻ. ദളിത് വിഭാഗങ്ങൾക്ക് ഭൂമി അന്യമായി മാറിയെന്നും ശ്രീരാമൻ കൊയ്യോൻ. ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDF-ന് മികച്ച വിജയം. മുഴുവൻ സീറ്റിലും LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. വാർത്തകൾ വിശദമായി. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു പുതിയ കെട്ടിടം കൂടി സ്വന്തമായി. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഠിക്കുന്നതിന് വേണ്ടി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ സ്കൂളുകളൊക്കെ ഹൈടെക് ആക്കി മാറ്റുക. എല്ലാ ക്ലാസ്സുകളും ഹൈടെക് ആവാണ്. പണ്ടെല്ലാം സ്കൂൾ ഹൈടെക് എന്ന് പറയുമ്പോൾ സ്കൂളിനകത്ത് ഒരു കമ്പ്യൂട്ടർ റൂം, കമ്പ്യൂട്ടർ ലാബ്, സെൻട്രലൈസ്ഡ് ലാബ് അതൊക്കെയാണ് പൊതുവിൽ പതിവ്. ഈ സർക്കാർ അതെല്ലാം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു കമ്പ്യൂട്ടർ ലാബ്, സെൻട്രലൈസ്ഡ് ലാബുകളോടൊപ്പം തന്നെ എല്ലാ ക്ലാസ്സുകളും ഹൈടെക് ആക്കി മാറ്റുക. 45,000 ക്ലാസ് മുറികൾ ഈ വർഷം തന്നെ ഹൈടെക് ആക്കി. ഈ സ്കൂൾ അതിലുൾപ്പെടും. പുനലൂരിലെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളും അതിലുൾപ്പെടും. ഈ വർഷം ഈ മണ്ഡലത്തിലെ എല്ലാ ക്ലാസ്സുകളും 8, 9, 10, 11, 12 ക്ലാസ്സുകൾ ഹൈടെക് ആക്കി സർക്കാർ തന്നെ നേരിട്ട് തരും. അതിനൊരു കോൺട്രിബ്യൂഷൻ വേണ്ട, മുഴുവൻ സർക്കാർ തന്നെ ചെയ്യും. വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ചടങ്ങിൽ അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ സ്വാഗതം പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ N റമീല ബീവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുനലൂർ നഗരസഭയിലെ പൊതുവിദ്യാലയങ്ങളുടെ ആധുനീകരണത്തിനായി തയ്യാറാക്കിയ പ്രോജക്ട് സ്കൂൾ PTA പ്രസിഡന്റ് R പ്രസാദ് വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K പ്രഭ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാബു അലക്സ്, V ഓമനക്കുട്ടൻ, സുഭാഷ് ജി നാഥ്, ലളിതമ്മ, അംജദ് ബിനു, ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ P പ്രകാശൻ, LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി അഡ്വക്കേറ്റ് KA ലത്തീഫ്, UDF പാർലമെന്ററി പാർട്ടി ലീഡർ നെൽസൺ സെബാസ്റ്റ്യൻ, മുനിസിപ്പൽ കൌൺസിലർമാരായ K രാജശേഖരൻ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KA ജയ, CPM ഏരിയ സെക്രട്ടറി S ബിജു, C അജയപ്രസാദ്, K ധർമ്മരാജൻ, B രാധാമണി, S നൌഷറുദ്ദീൻ, സഞ്ജു ബുഖാരി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കഴിഞ്ഞ 2 വർഷത്തിനിടെ പുനലൂർ നിയമസഭാ മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളുടെ നവീകരണത്തിനായി 17 കോടി രൂപ ചെലവഴിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. സർക്കാർ സ്കൂളുകളുടെ സൗകര്യങ്ങൾ ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഈ മണ്ഡലത്തിൽ ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് കഴിഞ്ഞ വർഷവും ഈ വർഷം അങ്ങനെ 2 വർഷം മാത്രം 17 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. 2 വർഷത്തിനുള്ളിൽ ഒരു നിയോജക മണ്ഡലത്തിൽ 17 കോടി രൂപ വളരെ കുറവാണ്, ഉണ്ടായിരിക്കാം, വളരെ കുറവാണ്. തുടർന്ന് വരുന്ന വർഷങ്ങളിൽ ഈ മണ്ഡലത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളുടെയും ഭൗതിക സാഹചര്യം ഇതുപോലെ സർക്കാർ മെച്ചപ്പെടുത്തും. അതോടൊപ്പം തന്നെ എയ്ഡഡ് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സർക്കാർ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെയാണ് ചലഞ്ച് ഫണ്ട് എന്ന് പറയുന്നത്.
എയ്ഡഡ് സ്കൂളിന്റെ മാനേജ്മെന്റോ അവിടുത്തെ PTA-യോ ജനങ്ങളോ എത്ര തുക അവരുടെ കെട്ടിടം പുതുക്കി പണിയുന്നതിന് വേണ്ടി ആർജിക്കുന്നു അല്ലെങ്കിൽ സ്വരൂപിക്കുന്നു. 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സർക്കാർ സ്കൂളുകൾ ഈ വർഷം തന്നെ ഹൈടെക് ആക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. LP, UP സ്കൂളുകൾ അടുത്ത വർഷം ഹൈടെക് ആക്കുമെന്നും 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ സ്കൂളുകളും ഹൈടെക് ആക്കുമെന്നും മന്ത്രി പറഞ്ഞു. ലൈവ് വാർത്ത പുനലൂർ. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ വിദ്യാഭ്യാസ മന്ത്രി പ്രദേശത്തെ വിവിധ സ്കൂളുകളിലെ പ്രഥമാധ്യാപകരുമായി ചർച്ച നടത്തി. സ്കൂളുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചായിരുന്നു ചർച്ചകൾ. സർക്കാർ തന്നെ നേരിട്ട് എല്ലാം ചെയ്യുക എന്നതിനപ്പുറം ഒരു സ്കൂളിന്റെ പരിധിയിലുള്ള സ്കൂളിനെ സ്നേഹിക്കുന്ന എല്ലാവരും ചേർന്ന് സ്കൂളിനെ സംരക്ഷിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം അതുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് പൊതുവിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയായിരുന്നു. പൊതുവിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത എന്താണെന്നും അതെങ്ങനെ ആധുനികവൽക്കരിക്കാൻ നോക്കുന്നുവെന്നും നമ്മൾ സ്ഥിരമായി പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഈ പ്രവേശനോത്സവത്തിൽ ജനങ്ങൾ നമ്മളോടൊരു കാര്യം പറഞ്ഞു. അത് നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. നമ്മളെല്ലാം പറഞ്ഞിരുന്നത് പൊതുവിദ്യാലയത്തിലേക്ക് കുട്ടികളെ വിടൂ, പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കൂ എന്നാണ്. അത് ജനങ്ങൾ ഏറ്റെടുത്തു, ജനങ്ങളത് സ്വീകരിച്ചു. അതിന് തെളിവാണ് ഈ പ്രവേശനോത്സവത്തിൽ വലിയ വിജയമുണ്ടായത്. 1,45,208 കുട്ടികൾ കൂടുതലായിട്ട് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നത്. ഒന്ന്, ജനങ്ങളുടെ പ്രതീക്ഷ കുട്ടികൾ കടന്നു വന്നു. 2, അതിനാവശ്യമായ പശ്ചാത്തലം സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പും ഇത്ര എത്തി നിൽക്കണം. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കുട്ടികൾ പുതിയത് വന്നതുകൊണ്ട് ബെഞ്ചും ഡെസ്കും ഇല്ലാത്ത ചില പ്രശ്നങ്ങളുണ്ടാവാം. അവിടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ആ ശ്രദ്ധ ഏറ്റെടുക്കുന്നത്. അതുപോലെ പല കുറവുകൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾ വരുമ്പോൾ എല്ലാ വിദ്യാലയങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ ജനപ്രതിനിധികൾ, എൻ്റെ ഒരു അഭ്യർത്ഥന, എല്ലാ സ്കൂളുകളിലും ഈ ദിവസങ്ങളിൽ എത്തണം. എത്തിയിട്ട് ഓരോ ക്ലാസ്സിലും എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. തങ്ങൾക്ക് പറ്റാവുന്നത് ചെയ്തു കൊടുക്കണം. ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ഇവിടെ. MLA-മാർക്ക് കെട്ടിടം പണിത് കൊടുക്കാൻ കഴിയും. MLA ആസ്തി വികസന ഫണ്ടും MLA ഫണ്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്തു കൊടുക്കാൻ കഴിയും. പക്ഷെ അതൊന്നും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അതിൽ ശ്രദ്ധ ചെലുത്തി ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്ന് ജനം തിരിച്ചറിയും. നമ്മൾ ആത്മാർത്ഥമായി ഇത് പറയുമ്പോൾ ജനം അത് തിരിച്ചറിഞ്ഞു. അതുപോലെ വന്ന കുട്ടികൾ കൂടുതൽ ശ്രദ്ധ നമ്മൾ ചെലുത്തുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ജനങ്ങൾ വാച്ച് ചെയ്യും, അവരത് തിരിച്ചറിയും. സർക്കാർ സ്കൂളുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. കുട്ടികളുടെ പഠന നിലവാരം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും പരീക്ഷാപേടി മാറ്റുന്നതിനെ സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. പുനലൂർ നഗരസഭാ പരിധിയിലുള്ള സ്കൂളുകളിലെ പ്രഥമാധ്യാപകരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളും മന്ത്രി നൽകി. ലൈവ് വാർത്ത പുനലൂർ. വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങളിൽ തന്നെ പ്രഭാത ഭക്ഷണം ഒരുക്കി മാതൃകയായിരിക്കുകയാണ് തലവൂർ ഗ്രാമപഞ്ചായത്ത്. കിഴക്കൻ മേഖലയുടെ വിദ്യാലയ മുത്തശ്ശിയായ കമുകുഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിലും പദ്ധതിക്ക് തുടക്കമായി. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ LP സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകാൻ പഞ്ചായത്ത് പ്രസിഡന്റ് S. രാകേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് കമുകുഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിലും പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. തലവൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സുരേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന പൊതുവിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി അതിന് വലിയ ഒരു തുക മാറ്റിവെച്ചുകൊണ്ടാണ്
തലൂർ ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ഈ ദിവസം കമൂഞ്ചേരി LP സ്കൂളിലാണ് ഇതിൻ്റെ പരിപാടി ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന പരിപാടി നടന്നിരിക്കുന്നത്. ഒരാഴ്ച എല്ലാ വർക്കിംഗ് ഡേയ്സിൽ കൃത്യമായിട്ട് രാവിലെ 9:30 മണി കഴിഞ്ഞ് 9:30 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള കുട്ടികൾക്ക് അവർക്ക് രാവിലെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഉച്ചയ്ക്ക് ഗവൺമെൻറ് തരത്തിലുള്ള ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെയും ഭക്ഷണം കൊടുക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ ഈ പരിപാടി നടപ്പാക്കുന്നത്. PTA പ്രസിഡന്റ് P. രാധാകൃഷ്ണപിള്ള അധ്യക്ഷനായി. ഹെഡ് മിസ്ട്രസ് അനിത TS, SMC ചെയർമാൻ G. രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ AG. മുരളീധരൻ നായർ, രാജി P. രമ്യാദേവൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 112 വർഷം പഴക്കമേറിയ കമുകഞ്ചേരി ഗവൺമെന്റ് LPS കേരളത്തിലെ തന്നെ പ്രമുഖ വിദ്യാലയങ്ങളിൽ ഒന്നാണ്. സാമൂഹിക, സാംസ്കാരിക, ചലച്ചിത്ര മേഖലകളിൽ പ്രമുഖരായ നിരവധി പേരാണ് ഈ വിദ്യാലയ മുത്തശ്ശിയിൽ നിന്നും ആദ്യ പാഠങ്ങൾ പഠിച്ചെടുത്തിട്ടുള്ളത്. സാധാരണക്കാരുടെ മക്കൾ ഏറെയും പഠിക്കുന്ന കമുകഞ്ചേരി ഗവൺമെന്റ് LPSനെയും പുതുതായി ആരംഭിച്ചിരിക്കുന്ന പ്രഭാതഭക്ഷണ പദ്ധതിയിൽ തലവൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുത്തിയതിൽ രക്ഷാകർത്താക്കൾ ഉൾപ്പെടെ സന്തോഷത്തിലാണ്. ലൈവ് വാർത്ത, പുനലൂർ. ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDF മികച്ച വിജയം നേടി. മുഴുവൻ സീറ്റിലും LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 3429 വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് ഇക്കുറി ഇവിടെ നടന്നത്. കഴുതുരുട്ടി ഗവൺമെന്റ് LP സ്കൂളിലും ബാങ്കിന്റെ അച്ചൻകോവിൽ ബ്രാഞ്ചിലുമായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. മൊത്തം 11 സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജനവിധി തേടിയത്. മുഴുവൻ സീറ്റുകളിലും വിജയിക്കാൻ കഴിഞ്ഞത് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി. CPIയിലെ അഡ്വക്കേറ്റ് PB അനിമോന്റെ നേതൃത്വത്തിലാണ് LDF മത്സരിച്ചത്. K. കൊച്ചുകോശി, മൈദീൻകുട്ടി K. സലീം, P. രാജു, S. രാജേന്ദ്രൻ നായർ, സഡസൻ KK, ജൂലിയറ്റ് മേരി, ലേഖ L, സീമ സന്തോഷ്, രസികുമാർ M എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. മാമ്പഴത്ര സലീമിന്റെ നേതൃത്വത്തിൽ UDF ശക്തമായ മത്സരരംഗത്ത് വന്നെങ്കിലും പാനലിൽ നിന്ന് ആർക്കും വിജയിക്കാൻ കഴിഞ്ഞില്ല. ലൈവ് വാർത്ത, ആര്യങ്കാവ്. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PO, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K. മൊയ്തീൻ കുഞ്ഞ് ലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. പ്രശസ്തരായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. ഉന്നത നിലവാരമുള്ള പ്രാക്ടിക്കൽ സൗകര്യം, ബൃഹത്തായ ലൈബ്രറി, ഔഷധത്തോട്ടം, ഔഷധ നിർമ്മാണശാല, ആയുർവേദത്തെക്കുറിച്ച് സമഗ്ര അറിവ് നൽകുന്ന പാഠ്യപദ്ധതി, സ്പോക്കൺ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ പരിശീലനം, യോഗ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, മികച്ച താമസ ഭക്ഷണ സൗകര്യം തുടങ്ങിയവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഇവിടെ പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ജോലി ഉറപ്പു നൽകുന്നു. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PO, കൊല്ലം. ഫോൺ 0492322278. മൊബൈൽ 9995444173 9995244173. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെറ്റ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. ഇക്കഴിഞ്ഞ മഴയിൽ അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും വിവിധ മരങ്ങൾ കടപുഴകി വീണതിന്റെ കാരണം പറഞ്ഞ് തണൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതായി പരാതി. പ്രതിഷേധവുമായി വിവിധ സംഘടനകളും രംഗത്ത് വന്നിരിക്കുകയാണ്.
ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അഞ്ചൽ ആയൂർ പാതയിൽ വട്ടമൺ പാലത്തിന് സമീപവും പെരിങ്ങള്ളൂർ മുസ്ലിം പള്ളിക്ക് സമീപത്തും മരങ്ങൾ കടപുഴകി വീണിരുന്നു. ഈ രണ്ട് സംഭവത്തിലും വാഹനങ്ങൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇത്തരത്തിൽ ഏതു സമയത്തും നിലം പതിക്കാവുന്ന തരത്തിൽ മരങ്ങൾ ഭീഷണി ഉയർത്തുമ്പോൾ അപകടകരമല്ലാത്ത തണൽ മരങ്ങളാണ് മുറിച്ചു മാറ്റുന്നതെന്നാണ് പരാതി. ചില കെട്ടിടങ്ങളുടെ മുകളിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള തന്ത്രമാണിതെന്നും പരാതിയുണ്ട്. സോഷ്യൽ ഫോറസ്ട്രിയിൽ നിന്നുള്ള അനുവാദം ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾക്കും നിയന്ത്രണങ്ങളും കാറ്റിൽ പറത്തിയാണ് ഇത്തരത്തിൽ അനധികൃത മരമുറിക്കൽ നടന്നുവരുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഒരു വിദേശ കമ്പനിക്കും ഇന്ത്യയിൽ തോട്ടങ്ങൾ സ്ഥാപിക്കുവാൻ അധികാരമില്ലെന്ന് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യൂർ. ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെ കൊല്ലം ജില്ലാ സമ്മേളനം പുനലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കൊയ്യൂർ. നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് വിദേശ കമ്പനികൾ ഇന്ത്യയിൽ തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതെന്നും ഇത്തരത്തിൽ തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിനോ ഭൂമി കയ്യേറുന്നതിനോ ഇന്ത്യയിൽ ഒരു വിദേശ കമ്പനിക്കും അധികാരമില്ലെന്നും ശ്രീരാമൻ കൊയ്യോൻ കുറ്റപ്പെടുത്തി. ഇക്കാര്യം ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദളിത് വിഭാഗങ്ങൾക്ക് ഭൂമി അന്യമായി മാറിയിരിക്കുകയാണ്. രാജമാണിക്യം റിപ്പോർട്ടിനെ ചോദ്യം ചെയ്ത നിയമവകുപ്പിന് അദ്ദേഹം നൽകിയ വിശദീകരണത്തിൽ ഹാരിസണിന്റെ ഉൾപ്പെടെ കയ്യേറ്റങ്ങളുടെ കണക്കുകൾ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ടെന്നും ശ്രീരാമൻ കൊയ്യോൻ ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന നിയമം വന്നതിന് ശേഷം ഒരു കാരണവശാലും ഇവിടെ ഇന്ത്യയിൽ ഒരു വിദേശ കമ്പനിക്കും തോട്ടങ്ങൾ സ്ഥാപിക്കാൻ, വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ, അനധികൃതമായി ഭൂമി കൈവശം വെക്കാൻ യാതൊരു അധികാരമില്ല എന്ന ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട് വളരെ കൃത്യമായി പരാമർശിക്കുന്നു. ഇനിയല്ല ഏതെങ്കിലും കമ്പനികൾക്ക്, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കമ്പനികൾക്ക്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഭൂമി ഇന്ത്യൻ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് കൈമാറിയിരുന്നുവെങ്കിൽ അതിന്റെ സാധ്യത പരിശോധിക്കപ്പെടേണ്ടതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കൈമാറ്റങ്ങൾ നടന്നിട്ടില്ല. രാജമാണിക്യത്തിന്റെ റിപ്പോർട്ടിനെ കഴിഞ്ഞ ദിവസം നിയമവകുപ്പ് ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത വിശദീകരണക്കുറിപ്പിൽ തന്നെ പറയുന്നു, 1970 ശേഷമാണ് ഹാരിസൺ മലയാളം ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ രൂപപ്പെടുന്നത്. അപ്പൊ ഒരു കാരണവശാലും ഇത്തരമൊരു കമ്പനിക്ക് ഇത്തരം ഭൂമികൾ കൈമാറി കൊടുക്കാനുള്ള വ്യവസ്ഥയില്ല. കണ്ണൻ ദേവട്ടി എന്ന് പറയുന്ന ടാറ്റയുടെ കൈവശമുള്ള ഭൂമിയുടെ കണക്കും പറയുന്നുണ്ട്. ഏതാണ്ട് 51,000 ഏക്കർ ഭൂമി മാത്രമാണ് അവർക്ക് പാട്ടം എന്ന രീതിയിലുള്ള, എന്നാൽ 1.25 ലക്ഷം ഏക്കർ ഭൂമിയാണ്. ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെ 3ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊല്ലം ജില്ലാ സമ്മേളനം പുനലൂർ ചാപ്റ്റർ കോളേജിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ADMS ജില്ലാ പ്രസിഡന്റ് ഇളവൂർ രമേശൻ അധ്യക്ഷനായ സമ്മേളനത്തിൽ രതീഷ് ടി ഗോപി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഉഷ പി തൊടിയൂർ, ജോയിന്റ് സെക്രട്ടറി ശാന്ത അഞ്ചൽ, വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖരപിള്ള, ട്രഷറർ സുലേഖ ബിവി എന്നിവർ സംസാരിച്ചു. അബ്ദുൽ സലാം ഏറം, നിലേശ്വരം കൃഷ്ണൻകുട്ടി, പ്രകാശ് ബോധി, ഏരൂർ അശോകൻ എന്നിവർ സമ്മേളനത്തിൽ പ്രത്യേക ക്ഷണിതാക്കളായിരുന്നു. സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ റാലിയും നടന്നു. നിരവധി പ്രവർത്തകരാണ് റാലിയിലും സമ്മേളനത്തിലും പങ്കെടുത്തത്. ജൂലൈ അവസാനത്തോടെയാണ് ADMS സംസ്ഥാന സമ്മേളനം. പത്തനംതിട്ടയാകും സംസ്ഥാന സമ്മേളനത്തിന് വേദിയാവുക. ലൈവ് വാർത്ത, പുനലൂർ. പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള സഹകരണ വകുപ്പിന്റെ ഹരിതം സഹകരണം പദ്ധതിക്ക് പത്തനാപുരത്തും തുടക്കമായി. ഇടത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പത്തനാപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഹരിതം സഹകരണം വൃക്ഷത്തൈ വിതരണ പരിപാടി സംഘടിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ച ഹരിത കേരളം പദ്ധതിക്ക് പിന്തുണ നൽകിക്കൊണ്ട് സഹകരണ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഹരിതം സഹകരണം. ഹരിതം സഹകരണത്തിലൂടെ 5 ലക്ഷം വൃക്ഷത്തൈകളാണ് നട്ടുപരിപാലിക്കുവാൻ സഹകരണ വകുപ്പ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പത്തനാപുരം ഇടത്തറ മുഹമ്മദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് CPM സംസ്ഥാന സമിതി അംഗം K രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഹരിതം കേരളത്തിന്റെ ഭാഗമായി കഴിഞ്ഞ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച വൃക്ഷത്തൈ വെച്ചുപിടിപ്പിക്കലും പരിപാലിക്കലും അതിന് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിക്കാനും അവരുടെ എല്ലാം മുൻകൈയിൽ അവരുടെ തന്നെ സ്വന്തം സ്ഥലത്തും ഓരോരുത്തരുടെയും സ്ഥലത്ത് കൂട്ടായും എല്ലാം തന്നെ ചെയ്യുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈ വിതരണമാണ് ഇവിടെ പ്രധാനമായും ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പം അതിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇത് നമ്മൾ എല്ലാ കാലത്തും ചർച്ച ചെയ്യാറുള്ള കാര്യങ്ങളാണ്, ചർച്ച ചെയ്ത് ഭാഗികമായി നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഗവൺമെന്റ് ഒരു സമഗ്രമായ പദ്ധതിയായി എല്ലാ
ആളുകളെയും അതിൽ ബന്ധിപ്പിച്ച് അതൊരു പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ചടങ്ങുകളായി നമുക്ക് ചുരുക്കാൻ പാടില്ല. വാങ്ങുന്നു, അത് ചെയ്യുന്നതായി ഒരു ചടങ്ങും ഒരു വാർത്തയും കൊടുക്കുന്നു എന്നതിനപ്പുറം അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിൽ ഒട്ടും ശ്രദ്ധിക്കാത്ത തരത്തിലുള്ള അതാണ് നമ്മുടെ പഴയ അനുഭവം. അത് ആരുടെയും ഒരു പ്രത്യേകം കുറ്റപ്പെടുത്തലല്ല പൊതുവിൽ. എന്നാൽ അതല്ല, ഇന്ന് പ്രാവർത്തികമാകുകയാണ്, ക്രിയാത്മകമായി ഇതിനെല്ലാം ഇടപെടുകയാണ് വേണ്ടത് എന്ന തരത്തിൽ വൃക്ഷത്തൈ ഇപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ വൃക്ഷത്തൈ പിന്നെ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിട്ട് കശുമാവ് തൈ വിതരണം ചെയ്യുക. പത്തനാപുരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിനു ദാനിയേൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വേണുഗോപാൽ വൃക്ഷത്തൈ വിതരണം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AB അൻസാർ, വാർഡ് മെമ്പർമാരായ C രാജേന്ദ്രൻ നായർ, O സൈൻലാബ്ദീൻ, റാജിഫ, കാർഷിക ഗ്രാമവികസന ബാങ്ക് വൈസ് പ്രസിഡന്റ് S ഷാജി, അബ്ദുൽ കരീം, V ചെല്ലപ്പൻ നായർ, T സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുകയാണെന്ന് പ്രതിപക്ഷാംഗങ്ങളുടെ ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ധർണയും നടത്തി. പഞ്ചായത്തിൽ അഴിമതിയാണ്, അഴിമതി ഭരണം തുടരട്ടെ, അഴിമതിയാണ്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ തീരുമാനങ്ങൾ അംഗങ്ങൾ പോലും അറിയുന്നില്ലെന്നും പ്രസിഡന്റ് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയാണെന്നും ആരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ പഞ്ചായത്ത് പടിക്കൽ ധർണ സംഘടിപ്പിച്ചു. പ്രതിപക്ഷാംഗങ്ങളായ വലിയവിള വേണു, അജിത്, മണിക്കുട്ടൻ എന്നിവരാണ് പഞ്ചായത്ത് പടിക്കൽ ധർണ നടത്തിയത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്ന ഡിവൈഡർ പൊളിച്ചു മാറ്റിയതാണ് പ്രതിപക്ഷാംഗങ്ങളെ ചൊടിപ്പിച്ചത്. ഇത് പഞ്ചായത്ത് മീറ്റിംഗിൽ ചർച്ച ചെയ്യുകയോ അംഗങ്ങളുമായി ആലോചിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. ഇത്തരം ഏകപക്ഷീയമായ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിനുള്ളിൽ അനുവദിക്കുകയില്ലെന്നും ഇത്തരം പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുമെന്നും അംഗങ്ങൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ജൂൺ 19 വായനാ ദിനം. വായനാ ദിനത്തിൽ വായനയുടെ ലോകത്ത് വ്യത്യസ്തമായി മാറിയിരിക്കുകയാണ് അഗസ്ത്യക്കോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല. ചുരുങ്ങിയ കാലം കൊണ്ട് ഗ്രന്ഥശാല A ഗ്രേഡിലേക്ക് ഉയർന്നു കഴിഞ്ഞു. രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ അടച്ചുപൂട്ടപ്പെടുകയും 5 വർഷത്തോളം അടച്ചിട്ടിരുന്ന ഗ്രന്ഥശാലയിലെ അമൂല്യ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ ചിതലരിക്കുകയും ചെയ്തു. തുടർന്ന് ഒരു സംഘം യുവാക്കളുടെ ശ്രമഫലമായി ഗ്രന്ഥശാല തുറപ്പിക്കുകയും ശക്തമായ ഭരണസമിതി നിലവിൽ വരികയും ചെയ്തു. 1 വർഷത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ ലൈബ്രറിയെ A ഗ്രേഡിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. തുടർന്ന് ജനക്ഷേമകരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹ മനസ്സുകളിൽ മാതൃകയായി മാറിയിരിക്കുകയാണ് ഈ യുവജന കൂട്ടായ്മ. ഈ വായനശാല ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നത് ഇവിടെ അനുദിനം വരുന്ന വായനക്കാരുടെ എണ്ണത്തിലും അതുപോലെ തന്നെ വരിക്കാരുടെ എണ്ണത്തിലും വളരെയധികം വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിലൊരു A ഗ്രേഡുള്ള ഒരു ലൈബ്രറിയെ ഉയർത്താനും ഞങ്ങളുടെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന വായനക്കാരുടെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളും വായിക്കുന്നതുമായി എത്തുന്ന ആൾക്കാരുടെ എണ്ണത്തിലും വളരെയധികം വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. കുട്ടികൾക്കായി പ്രത്യേക പരിഗണന ഈ ലൈബ്രറിയിൽ നൽകുന്നുണ്ട്. കുട്ടികൾക്ക് പ്രോജക്റ്റുകൾക്കും അസൈൻമെന്റിനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം സംശയ നിവാരണവും ഇവിടെ സാധ്യമാണ്. മുതിർന്നവർക്കായി വയോജന ക്ലബ്ബ് ഉണ്ടാക്കുക എന്നതും സൗജന്യമായി PSC കോച്ചിംഗ് സംവിധാനം ഒരുക്കുക എന്നതുമാണ് ഭരണസമിതിയുടെ അടുത്ത ലക്ഷ്യമെന്ന് സംഘാടകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. സർക്കാർ സ്കൂളുകളുടെ സൗകര്യങ്ങൾ ഉടൻ മെച്ചപ്പെടുത്തുമെന്ന വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ്. കഴിഞ്ഞ 2 വർഷമായി പുനലൂർ നിയോജക മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ 17 കോടി രൂപ അനുവദിച്ചതായും മന്ത്രി. പുനലൂരിലെത്തിയ മന്ത്രി പ്രഥമാധ്യാപകരുമായി ചർച്ച നടത്തി. ഇന്ത്യയിൽ ഒരു വിദേശ കമ്പനിക്കും തോട്ടങ്ങൾ സ്ഥാപിക്കുവാനും കയ്യേറുവാനും അധികാരമില്ലെന്ന് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യോൻ. ദളിത് വിഭാഗങ്ങൾക്ക് ഭൂമി അന്യമായി മാറിയെന്നും ശ്രീരാമൻ കൊയ്യോൻ. ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDF-ന് മികച്ച വിജയം. മുഴുവൻ സീറ്റിലും LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്,